ഫ്രണ്ട്സ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ. ഒന്ന് നമ്മുടെ ONGCയുടെ, അതായത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനും, രണ്ടാമത്തെ നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്, അതായത് ഇത് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ രണ്ടിലേക്കും ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പെർമനൻറ്റ് വാക്കൻസിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. റീസെൻ്റ് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാം. അതുപോലെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്താൽ അത്തരം മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അവിടെ കാണാം RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എനി ഡിഗ്രിയുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്ന് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ ഡിഗ്രി PG കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡയറക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. 56 മിനിറ്റ് ഡ്യൂറേഷൻ വരുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ്, ഇത് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ആണ് കേട്ടോ, ഈ പറയുന്ന ടെക്നീഷ്യൻ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള മെമ്പേഴ്സ് ഓൺലി വീഡിയോസും ചെയ്യുന്നുണ്ട്, അല്ലാത്തതും ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് നമ്മുടെ ഈ പറയുന്ന ONGCയുടെയും ഒന്ന് നമ്മുടെ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെയും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ഇത് കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ജൂലൈ 18 മുതൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 7 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് സെയിം ഡേറ്റ് തന്നെയാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അതായത് രണ്ട് എക്സാം ഉണ്ടാവും, ഫേസ് 1 ആൻഡ് ഫേസ് 2 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഫേസ് 1 നിങ്ങൾക്ക് 27 ഓഗസ്റ്റിനായിരിക്കും എക്സാം നടക്കുന്നത്. ഫേസ് 2 വരുന്നത് നിങ്ങൾക്ക് ഫേസ് 1 ക്വാളിഫൈ ചെയ്താൽ ഫേസ് 2 ആണ്, അത് നിങ്ങൾക്ക് ഒക്ടോബർ 30 പിന്നെ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ളതൊക്കെ നിങ്ങളെ ഇമെയിൽ വഴിയൊക്കെ അറിയിക്കും. അപ്പോൾ സ്റ്റേറ്റ് വൈസ് നമ്മുടെ കേരളത്തിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ സ്റ്റേറ്റ് വൈസ് കേരളത്തിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് മലയാളം അറിഞ്ഞിരിക്കണം. ഓക്കെ, മലയാളം എഴുതാനും വായിക്കാനൊക്കെ അറിഞ്ഞവർക്ക് കേരളത്തിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 35 വേക്കൻസി കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് വേക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, കാരണം നല്ല പോസ്റ്റാണ്, അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ അത്യാവശ്യം സാലറിയും പിന്നെ നെറ്റ് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ അൺറിസർവ്ഡ് പോസ്റ്റാണ് 21 പോസ്റ്റും വരുന്നത്. പിന്നെ നിങ്ങൾക്ക് AWS, അതുപോലെ OBC, പിന്നെ നിങ്ങൾക്കിവിടെ SCക്കാണ് വേക്കൻസി. STക്കവിടെ റിസർവ്ഡ് വേക്കൻസി ഇല്ല, പക്ഷേ അവർക്ക് ഈ 21 വേക്കൻസിയിലേക്ക് അൺറിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ വേക്കൻസികളുണ്ട്. എക്സ് സർവീസ്മാനൊക്കെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിലെ ഏജ് എന്ന് പറയുന്നത് 1/7/2026 കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് മിനിമം 21 വയസ്സ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. 21 പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. മാക്സിമം 30 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 21 to 30 എന്ന് പറയുന്ന ഏജിൻ്റെ ഉള്ളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 35 വയസ്സിൽ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ PWD ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുണ്ടാവും. പിന്നെ വീഡോസ് ഡിവോഴ്സ്ഡ് വനിതകൾക്കും ഒക്കെ അവർക്ക് എന്താണ് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളുടെ എക്സ് സർവീസ്മാൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ കേട്ടോ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷനാണ് ഇവിടെ കാണാൻ, നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി ഉണ്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒരു ഡിഗ്രി മതി, എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ അയച്ചു കൊടുക്കുക. നമുക്ക് കേരളത്തിൽ ജോലിയും ലഭിക്കും. അതുപോലെ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ജോലി എന്ത് ചെയ്യുക, മാക്സിമം വിദ്യാർത്ഥികളിലേക്ക് നിങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒഴിവുകൾ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റിലേക്കാണെങ്കിൽ യൂണിയൻ ടെറിട്ടറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള റീജിയണൽ ലാംഗ്വേജ്, ഇപ്പോൾ കേരളം ആണെങ്കിൽ നിങ്ങൾ കേരളം നിങ്ങൾക്ക് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിലേക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന തമിഴ് നിങ്ങൾക്ക് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് അറിയണം. കാരണം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ പറയുന്ന ഫേസ് 2 എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. അതുപാട് ജസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കാണിക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ SC/ST OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യത്തിനുള്ള ആ ഒരു സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ സർട്ടിഫിക്കറ്റ്, SC/ST ആണെങ്കിൽ SC/STൻ്റെ, പിന്നെ OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കയ്യിലുണ്ടായിരിക്കണം, വാലിഡ് ആയിട്ടുള്ള. പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രിലിമിനറി മെയിൻ എക്സാം ആണ്. ഫേസ് 1 എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാം ആണ്. പ്രിലിമിനറി എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ്, റീസണിംഗ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. 100 ക്വസ്റ്റ്യൻ 100 മാർക്ക്, 4 നമ്പർ ഓഫ് വെയിറ്റേജ് ഓരോ സെക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മെയിൻ എക്സാം ആണ്. പ്രിലിമിനറി ക്വാളിഫൈ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒബ്ജക്റ്റീവ് തന്നെയാണ്. മെയിൻ എക്സാമും വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് നിങ്ങൾക്കൂടെ കാണാൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക്കൽ എബിലിറ്റി ഇതൊക്കെയാണ് വരിക. കമ്പ്യൂട്ടർ നോളജ് ഒക്കെയാണ് വരിക. അതിൻ്റെ ഓരോ മാർക്കിൻ്റെ ക്വസ്റ്റിൻ്റെ വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 200 മാർക്ക് 200 ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷ്, ഹിന്ദിയിൽ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷോ അതല്ലെങ്കിൽ ഹിന്ദിയോ ആണ് കേട്ടോ. ഓക്കെ,
മലയാളത്തിൽ എക്സാം ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. ഇനി ഇവിടെ റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിത് ക്വാളിഫൈ ചെയ്യുക, മെയിൻ എക്സാം ക്വാളിഫൈ ചെയ്താൽ നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കാണിക്കണം. അതിൽ ഇത്ര മാർക്ക് എന്നൊന്നുമില്ല, നേടി നമ്മൾ ഫസ്റ്റ് എത്തണം എന്നുള്ള പൊസിഷനിൽ മാറണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ആരും വായിക്കാനും എഴുതാനും സംസാരിക്കാനും കാണിച്ചു കൊടുത്താൽ മതി എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപാടെ നമ്മൾ ക്വാളിഫൈ ചെയ്ത് കാണിക്കണം. ഇനി എക്സാമിനേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ നമുക്ക് എവിടേക്കാണുള്ളതെന്ന് ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, കേരളത്തിൽ നമുക്ക് സെൻറ്ററുകളുള്ളത് ഇത് ആലപ്പുഴ ഉണ്ട്, എറണാകുളം ഉണ്ട്, കണ്ണൂരുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് ലക്ഷദ്വീപ് ആണെങ്കിൽ കവരത്തിയിൽ എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് SC/ST PWBD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാത്ത മറ്റുള്ള ഉദ്യോഗാർത്ഥികൾ, അതായത് SC/ST PWBD എക്സ് സർവീസ്മാൻ അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ 850 രൂപ എന്ത് ചെയ്യണം, അവർ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ നമ്മൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഇങ്ക് പേന കൊണ്ടായിരിക്കണം. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഈ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വൈറ്റ് പേപ്പറിലേക്ക് എഴുതണം. ഓക്കെ, ഇതൊരു വൈറ്റ് പേപ്പറിൽ ഇതുപോലെ എഴുതണം. ഇതിൽ മാറ്റം വരുത്താൻ പാടില്ല. ഇവിടെ നിങ്ങളുടെ പേരും എഴുതാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ അതുകൂടാതെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് ഓർ ബ്ലൂ ആയാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ തമ്പിൻ്റെ ഇംപ്രഷൻ പതിച്ചിട്ട് അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണേ. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അതിലും കാണുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്കീമും പറഞ്ഞു, അതിനനുസരിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ സർട്ടിഫിക്കറ്റൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് ഈ പറയുന്ന നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ NICL റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് തരും, അതായത് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നുള്ളിടത്ത് അവിടെ തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ NICL റിക്രൂട്ട്മെൻറ്റ് 2026 എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ നേരെയുള്ള ലിങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് August 7 ആണെന്ന് മറന്നു പോകണ്ട. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് ടാബിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ കാണാം, അവിടെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നത് കൊടുക്കുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോമിൻ്റെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നുള്ളടത്ത് ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളത് ഈ ഒരു പേജിലേക്കാണ് വരിക. അവിടെ കണ്ടാൽ നിങ്ങൾക്ക് നാഷണൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് 500 അസിസ്റ്റൻറ്റ് പറഞ്ഞിട്ട് കാണാം. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റും കാര്യങ്ങളും ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ. ആദ്യമായിട്ട് വരികയാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ, ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ ഉണ്ട്. അപ്പോൾ ആദ്യം വരുന്നവർ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ട്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അതിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ നിങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന അപ്ലൈ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇനി അടുത്ത നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് എടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ONGCയുടെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതിലേക്ക് ജിയോളജിസ്റ്റ്, അതുപോലെ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഈവൻ എന്ന് പറയുന്ന പേ ലെവലിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. അഡ്വർടൈസ് നമ്പർ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ പേ സ്കെയിൽ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം, ഈവൺ എന്ന് പറയുന്നത് 60,000 മുതൽ 1,80,000 ആണ് എന്ന് അതിൻ്റെ പേ സ്കെയിൽ വരുന്നത്. പിന്നെ ഈ പേ സ്കെയിൽ കൂടാതെ നിങ്ങൾക്ക് ഇത് ആനുവൽ ഇൻക്രിമെൻറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം മറ്റു അലവൻസ്, ബേസിക് പേക്ക്, ഈ പറയുന്ന മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ, കഫ്റ്റീരിയ അപ്രോച്ച്, അതുപോലെ DA, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് HR, കമ്പനി അക്കോമഡേഷന്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് ഈ പറയുന്ന പെർഫോമൻസ് റിലേറ്റഡ് പേ ഒക്കെ പറഞ്ഞിട്ട് മെഡിക്കൽ ഫെസിലിറ്റി, സെൽഫ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഉണ്ടായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ്. പിന്നെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് സ്കീം, അങ്ങനെ കുറേ ബെനിഫിറ്റും കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന പേ സ്കെയിലിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ പുറമെ നമുക്ക് ഈ ബേസിക് പേക്ക് പുറമെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാലറി നമുക്ക് പ്രതീക്ഷിക്കാം മൊത്തത്തിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്. അപ്പോൾ ഇതിൽ വാക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. പെട്രോളിയം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ജസ്റ്റ് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ നിങ്ങൾ 60% മാർക്കോട് കൂടി ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. ഇനി അതല്ലെങ്കിൽ 60% മാർക്കോട് കൂടി അപ്ലൈഡ് പെട്രോളിയം എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും അപ്ലൈ ചെയ്യാം. 9 വേക്കൻസിയാണ് ടോട്ടൽ. റിസർവ് വേക്കൻസി ഒക്കെ നിങ്ങൾ നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് റിസർവ് വേക്കൻസി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജനറൽ വേക്കൻസി ഉണ്ടോ എന്ന് നോക്കുക, അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത്, ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടുകൂടി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ. ഈ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ BA or BTech ആണ്.
12 വേക്കൻസി ജനറൽ ഉണ്ട്. അങ്ങനെ ടോട്ടൽ 27 വേക്കൻസി ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞ സുഹൃത്തുക്കളോ ആരെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, മാക്സിമം അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രം, ടെസ്റ്റും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പെർമനൻറ്റ് വേക്കൻസിയാണ്, അത്യാവശ്യം നല്ല സ്കെയിലും ഉണ്ട്. പിന്നെ ONGC ഒക്കെ നമുക്കറിയാലോ. പിന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്കോട് കൂടി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 10 വേക്കൻസിയാണ് ടോട്ടൽ. പിന്നെ അടുത്തത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് 60% മാർക്കുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസിയാണ് ടോട്ടൽ. എല്ലാത്തിലും നമുക്ക് ജനറൽ വേക്കൻസി ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ജിയോളജിയാണ്. ജിയോളജിയിലേക്ക് നിങ്ങൾക്ക് PG ആണ്. ജിയോളജിയിൽ നിങ്ങൾക്ക് MSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന MSc അല്ലെങ്കിൽ MTech പെട്രോളിയം ജിയോ സയൻസിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് മതി. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്രോളിയം ജിയോളജിയിൽ MSc അല്ലെങ്കിൽ MTech നിങ്ങൾ 60% മാർക്ക് കൂടി കഴിഞ്ഞവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, പെട്രോളിയം ജിയോളജിയിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പെട്രോളിയം ജിയോ സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ MTech ജിയോളജിക്കൽ ടെക്നോളജിയിൽ നിങ്ങൾ 60% മാർക്ക് കഴിഞ്ഞ് പാസ്സായവരാണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ടോട്ടൽ 4 വേക്കൻസിയാണ് ഉള്ളത്. അതേ മൊത്തം 52 വേക്കൻസിയിലേക്കാണ് നിലവിൽ വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ സീരിയൽ നമ്പർ 1 to 4 വരെയുള്ള പോസ്റ്റിലേക്ക്, അതായത് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് 26 വയസ്സിൽ അപ്ലൈ ചെയ്യാം. ജിയോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 27 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി OBC ആണെങ്കിൽ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ജിയോളജിസ്റ്റ് ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ SC ആണെങ്കിൽ 31, എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജിയോളജിസ്റ്റ് ആണെങ്കിൽ 32 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWBD ഡിസബിലിറ്റി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ആദ്യം ഉണ്ടാകുക. പിന്നെ ഇൻ്റർവ്യൂ, പിന്നെ മെഡിക്കലി നമ്മൾ ഫിറ്റ് ആണെന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 hour ഡ്യൂറേഷനുള്ള ഈ പറയുന്ന നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡുള്ള ടോപ്പിക് ഉണ്ടാവും. പിന്നെ ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെയാണ് ഉണ്ടാകുക. പിന്നെ CBT സ്കോറിൻ്റെ വെയിറ്റേജ് 85 മാർക്കാണ് വരിക. ഇൻ്റർവ്യൂവിന് ഒരു 15 മാർക്കും, അങ്ങനെ ടോട്ടൽ 100. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷനിൽ ആകെ 100 മാർക്കാണ് എടുക്കുന്നത്. അതിൽ 85% വെയിറ്റേജ് നമ്മുടെ CBT എക്സാമിനാണ്. പിന്നെ 15 മാർക്ക് ഇൻ്റർവ്യൂവിനും ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഒരു സ്കീം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര ക്വസ്റ്റ്യൻ, അത് നമ്മുടെ ഡിസിപ്ലിൻ, നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. 40 ക്വസ്റ്റ്യൻ നമ്മുടെ ഏതാണോ നമ്മൾ പഠിച്ച സബ്ജക്റ്റ്, അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സബ്ജക്റ്റ്, അതുമായി ബന്ധപ്പെട്ട് 40 ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരും. ഓക്കെ, ബാക്കി ജനറൽ അവയർനെസ്സിന് 10, പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് 25, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് 10, അങ്ങനെയാണ് 85 വരുന്നത് കേട്ടോ. പിന്നെ എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എറണാകുളം ഉണ്ട് കേട്ടോ. കേരളത്തിൽ നിങ്ങൾക്ക് സെൻറ്റർ എറണാകുളം ഉണ്ട്, പിന്നെ ചെന്നൈ ഉണ്ട്, പിന്നെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ 17/7/2026 മുതൽ 31/7/2026 വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നത് ക്ലോസിംഗ് ഡേറ്റ് ജൂലൈ 31 ഉള്ളിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട്സ് കളർ ഫോട്ടോഗ്രാഫ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതായിരിക്കണം. 20-50 GB ഫയൽ സൈസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. 10-20 GB പറ്റുള്ളൂ. പിന്നെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി അപ്ലോഡ് ചെയ്യണം. പിന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ അതിൻ്റെ കൺസോൾട്ടേറ്റ് മാർക്ക് ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫോട്ടോ ഐഡൻറ്റിറ്റി പ്രൂഫ്, അതായത് ആധാർ അതിൽ ഏതെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡഡ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ PDF ഒക്കെ ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതായത് 500 KB കൂടാൻ പാടില്ല ഓരോ ഫയലും, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിലേക്ക് നമുക്ക് രജിസ്ട്രേഷൻ ഫീ ഉണ്ട് കേട്ടോ. ജനറൽ OBC EWS ആണെങ്കിൽ 1000 രൂപ വരും കേട്ടോ. പിന്നെ SC ST PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ യാതൊരുവിധ ചാർജും ഇല്ല. ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/7/2026 മുതൽ നമുക്ക് 31/7/2026 വരെ അപ്ലൈ ചെയ്യാം. ഇതിൽ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടത്തുന്ന ഡേറ്റ് ഏകദേശം 6/9/2026 ആയിരിക്കട്ടെ. ഏകദേശം ഡേറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ മാക്സിമം അയച്ചു കൊടുക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ONGCയുടെ ഈ ഒരു വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ONGC ഗ്രാജുവേറ്റ് ട്രെയിനിങ് റിക്രൂട്ട്മെൻറ്റ് 2026 കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ പേജിൽ വരും. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റീഡ് ചെയ്യാം, മനസ്സിലാക്കാം. ഏറ്റവും താഴേക്ക് വന്നാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. അവിടെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ONGC എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, റിക്രൂട്ട്മെൻറ്റ് ജിയോളജിസ്റ്റ് ആൻഡ് എഞ്ചിനീയർ അറ്റ് E1 ലെവൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം.
ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ളത് താഴെയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഇതിൽ കൊടുത്ത് അങ്ങനെ പോകണം. നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ആ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്ന കൊടുത്തിട്ട് ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, അതിൻ്റെ സിലബസ് എന്നുള്ള ക്ലിക്ക് ചെയ്യും. ഈ പേജിലേക്കാണ് വരിക. ഈ പേജിൽ വരുമ്പോൾ അവിടെ കണ്ടോ സിലബസ് എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾക്ക് ആ സിലബസ് ഓപ്പൺ ആക്കാം. സിലബസ് ഓപ്പൺ ആക്കി നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് നെക്സ്റ്റ് പേജ് അടിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ തന്നെ റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ചോയ്സാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോ വാട്സപ്പ് നമ്പർ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യമാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.